ന്യൂസ് ഫ്ലാഷ് ചെയ്യുന്നുണ്ട്. ഒരു ബോംബ് സ്ഫോടനത്തിൽ നിന്ന് മഹേന്ദ്രനും കുടുംബവും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നല്ലേ ഫ്ലാഷ്? അതെ. ഞാൻ അവനെ പഠിപ്പിച്ചത് ആരെയും കൊല്ലാനല്ല, ശത്രുക്കളെ പോലെ സ്നേഹിക്കാനാ. അടുത്ത് തന്നെ ഭരതം വരുമെന്നും പറഞ്ഞ് അലറി വിളിച്ച് നടക്കണുണ്ട് ആ ഡിസൂസെ രാജാജിയും. പൊക്കോ എന്റെ മുമ്പിൽ നിന്ന്, അല്ലെങ്കിൽ നിന്നെ കൊന്നു വരും ഞാൻ. എന്റെ ഗുരുവായൂരപ്പ, ആരും കാണാണ്ട് ഇത്തവണയെങ്കിലും ഈ നശിച്ച നാട്ടിൽ നിന്ന് പോവാൻ കഴിയണേ. തല്ലി കൊല്ലാറാക്കിയിട്ടും മതിയായില്ലടാ നിനക്ക്. മതിയായിട്ടില്ല, ഇപ്പോഴും ജീവൻ ബാക്കിയുണ്ടല്ലോ. എന്നെ തോൽപ്പിച്ച് അടങ്ങുന്നുള്ള വാശിയില്ല നീ ഇപ്പോൾ. അമ്മയോട് പ്രതികാരം ചെയ്ത് സുഖം കിട്ടിയിട്ടുണ്ടാവും തല്ല് കിട്ടിയപ്പോ. ഇതുകൊണ്ടൊന്നും നിനക്കെന്നെ തോൽപ്പിക്കാൻ പറ്റില്ല ജയകൃഷ്ണ. ഏതോ ഒരു പെണ്ണിന്റെ പേര് പറഞ്ഞ് ഈ കുടുംബത്തിന്റെ സമാധാനം മുഴുവൻ തകർക്കുക നിങ്ങൾ രണ്ടുപേരും. ആരെങ്കിലും ഒരാൾ തോറ്റാലേ ഈ കുടുംബം നന്നാവും. വേണ്ട, എനിക്ക് ജയിക്കാൻ വേണ്ടി ആരും തോറ്റുതരണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, യമുനയായിട്ടുള്ള കല്യാണത്തെപ്പറ്റി ഇനി ഒരിക്കലും ആരും എന്നോട് പറയാൻ പാടില്ല. ഞങ്ങളുടെ ക്ഷണം തുടങ്ങിക്കഴിഞ്ഞു. യമുനയാ നീ കല്യാണം കഴിക്കാൻ പോകുന്നെന്ന് ബന്ധുക്കളെ മുഴുവൻ അറിയിച്ചിട്ടുണ്ട്. നാളെ ക്ഷണിക്കാൻ പോകുന്നുണ്ട്. നിനക്കിനി ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ജയകൃഷ്ണ. ഒന്നും ഞാനല്ല, യമുനയുടെ കണ്ണീരിന്റെ ചൂടാ. ക്ഷണക്കത്തടിച്ച് നാട് നീളെ വിതരണം ചെയ്തിട്ട് ഇനി നിനക്ക് പറയാൻ പറ്റുമോ കല്യാണപ്പെണ്ണ് യമുനയല്ല മായയാണെന്ന്? ഇതിലും ഭേദം ജനിച്ച അന്ന് എന്നെ കഴുത്തേരിച്ച് കൊല്ലണതായിരുന്നു. എനിക്കങ്ങനെ തോന്നുന്നുണ്ട്, അന്നേ ചെയ്യേണ്ടതായിരുന്നെന്ന്. അങ്ങനെയൊന്നും പറയല്ലേ യശോദേ. പിന്നെ എങ്ങനെ പറയണം? മടിയിരുത്തി കൊഞ്ചിച്ചിട്ടോ? അതിന്റെ ഫലമാണ് നമ്മളിപ്പോ അനുഭവിക്കുന്നത്. എന്തിനാടാ അവര് നിന്നെ തല്ലിയത്? അത് ഇത്രയൊക്കെ പറഞ്ഞിട്ട് അച്ഛന് മനസ്സിലായില്ലേ? മായയുടെ വീട്ടുകാർ സമ്മാനം കൊടുത്തതാ പുറകെ നടന്ന് ശല്യപ്പെടുത്തിയതിന്. ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്ന് പറയാൻ നാണാവണില്ലേ ഏട്ടന്? ഇവിടെ വന്നപ്പോ മായയുടെ ഏട്ടനെ ഏട്ടത്തിയമ്മ ഞാൻ ചീത്ത പറഞ്ഞില്ലേ? പകരം അവരവനെ തല്ലിയിറക്കി. ഇനി എപ്പ ചെന്നാൽ ഇതുപോലെ കിട്ടിക്കോളും ചൂടുള്ള സമ്മാനങ്ങൾ. വെറുതെയല്ല യമുന നെഞ്ചുരുകി ഈരാറ്റുപുഴ ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത്. നിന്നോട് എങ്ങനെയാ പറയണമെന്ന് എനിക്കറിയില്ല മായേ, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. എല്ലാം അലങ്കോലായി മോളെ. ചെറുക്കന്റെ പാർട്ടി തിരിച്ചുപോയി. ഞാൻ അറിഞ്ഞു, അതല്ലേ ഞാൻ ഡ്രസ്സൊക്കെ മാറിയത്. ജയകൃഷ്ണൻ നമ്മളെ എല്ലാവരെയും കൊല്ലാൻ ശ്രമിച്ചു അല്ലേ? എന്റെ ഈശ്വര, ഇങ്ങനെയുണ്ടോ മനുഷ്യര്? സ്നേഹിക്കുന്ന പെണ്ണിനെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവളെ സ്നേഹിക്കുന്നവരെ മുഴുവൻ കൊല്ലാൻ നോക്കുമാരെങ്കിലും. ഇവളോടുള്ള ഇഷ്ടം പകയായി മാറിയിരിക്കുക. സൂക്ഷിക്കണം മായേ, നിന്നെയും കൊല്ലാൻ ഒരുങ്ങും അയാള്. അന്നേ ഒഴിവാക്കി വിടണമായിരുന്നു മാരണത്തെ. അപ്പൊ ഒരു സോഫ്റ്റ് കോർണർ. ഞാൻ വിചാരിച്ചോ അയാൾ ഇത്രയ്ക്ക് ദുഷ്ടനാണെന്ന്? മുഖത്തേക്ക് ആരെങ്കിലും ഒന്ന് കടുപ്പിച്ച് നോക്കിയാ അപ്പൊ തല്ലുവായിരുന്നല്ലോ നീ. ഇയാളുടെ കാര്യത്തിൽ മാത്രം എന്താ ഒരു മനമാറ്റം? മനസ്സിനകത്ത് കയറി ആർക്കെങ്കിലും നോക്കാൻ പറ്റുമോ നല്ലതോ ചീത്തയോ ഒന്ന്? അന്ന് ബാങ്കിൽ വെച്ച് കണ്ടപ്പോ മാന്യമായിട്ടാ പെരുമാറിയത്. മോളെ, നിന്റെ ഏട്ടനാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുക. കല്യാണം മുടങ്ങിയത് നിന്നോട് എങ്ങനെ പറയുന്നോർത്ത്. കേട്ടത് സത്യാണോ എന്ന് ആലോചിക്കാതെ പമ്പ കടന്ന ഒരാളെ ഭർത്താവായി കിട്ടിയാൽ ജീവിത നരകമായിരിക്കില്ലേ ഏട്ടത്തി? ഈ കല്യാണം നടക്കാഞ്ഞത് നന്നായി. മോളെ, സത്യമായിട്ട് നിനക്ക് വിഷമമില്ലേ? ഇല്ല. ഈശ്വര, സമാധാനായി മോളെ. മോനെ, എന്നാ തിരിച്ചു പോണ്ടേ? നാളെയോ മറ്റന്നാളോ? നാളെ പോവാൻ പറ്റുമെന്ന് ഡോക്ടറോട് ചോദിക്കേ. അതെനിക്കറിയാം. പറഞ്ഞതുപോലെ ചെയ്യുന്ന ആളാ വിശ്വംഭരൻ. ചന്ദ്രേട്ടനെ അയാൾ ബാക്കി വെച്ചേക്കില്ല. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞില്ലേ? ഭാരതി അമ്മയ്ക്ക് അവരുടെ മോനെയും തിരിച്ചു കൊടുത്തു. അതുകൊണ്ട് പ്രയോജനം ഇല്ലാണ്ടായി. ജീവനോട് ചന്ദ്രേട്ടനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകാൻ അയാൾ സമ്മതിക്കില്ല. ഡോക്ടർമാർ വിചാരിച്ചാൽ തടയാൻ കഴിയില്ലേ? അവിടെയുള്ള മറ്റു രോഗികളുടെ കാര്യം നോക്കണ്ടേ? എന്നാലും ആശുപത്രി കയറി ഒരു രോഗിയെ കൊല്ലാനൊക്കെ കഴിയുമോ നന്ദിനി? ഇവിടെ നീതിയും നിയമമൊക്കെ ഉണ്ടായിട്ടും ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാൻ കഴിയുന്നുണ്ടോ നമുക്ക്? രക്ഷപ്പെടാൻ ശ്രമിച്ചാലും പിടിച്ചോണ്ടൊന്നും ഇവിടെ തന്നെ തള്ളില്ല അയാളുടെ ഗുണ്ടകള്. പ്രസംഗിക്കാൻ ഒരുപാട് പേരുണ്ടാവും.
എതിർക്കാൻ ആരുമില്ലാത്തത്. കൊല്ലാൻ പാകത്തിനുള്ള കുറ്റം ആ കുട്ടി ചെയ്തിട്ടില്ലല്ലോ മോളെ. എന്നിട്ടും കണ്ടില്ലേ ക്രൂരമായി ശിക്ഷിക്കുന്നത്? ആർക്കാ തടയാൻ പറ്റുക? ഈശ്വരനല്ലാണ്ട്. ആ ഈശ്വരൻ പാവങ്ങളുടെ കണ്ണീര് കാണുന്നില്ലല്ലോ മോളെ. എത്ര വട്ടം വിളിച്ചു നീയെ? ഇപ്പോഴും വിളിക്കണില്ലേ? എന്നിട്ട് എന്തേ കണ്ണുറക്കാത്തത്? അതിനും മാത്രം പാപം ചെയ്തിട്ടുണ്ടോ നമ്മള്? ചന്ദ്രേട്ടൻ പാവം ചെയ്തിട്ടുണ്ടോ? എന്നിട്ടും കാത്തിരിക്കല്ലേ അസുരന്മാര്? നന്ദിനിയുടെ വീട്ടിൽ ആരാ കാവലുള്ളത്? നമ്മുടെ രാജാജിയാ. അതുപോരാ, നീയും കൂടി വേണം. ഓ, അവിടെ ഒരു ഇല അനങ്ങിയാൽ പോലും ഞാനതറിയണം. വേഗം വരൂ. വേഗം വേഗം വരൂ. ഈ പറമ്പിൽ 3 ചിത എരിയുമ്പോൾ എല്ലാം അവസാനിക്കും. അത്രയും നാളും ഉണ്ടാവും ഈ പീഡനമൊക്കെ. അതുവരെ ക്ഷമിച്ചൂടെ മോളെ? ക്ഷമിച്ചില്ലേ അച്ഛാ? ഇനി ഏറിയ 1-2 ദിവസം സാരമില്ല. നമുക്കിനി എങ്ങോട്ടും പോകണ്ട. സഹായത്തിന് ആരെയും വിളിക്കണ്ട. പാവം കുഞ്ചുണ്ണി നായര്. ചിലപ്പോ അയാളെ കൊന്നിട്ടുണ്ടാവും ആ ദുഷ്ടൻ. രക്ഷപ്പെടാൻ ശ്രമിക്കരുതായിരുന്നു. അറിയാതെ അങ്ങനെ ചിന്തിച്ചു പോയി. ഇനിയും വരില്ലേ ആ കാലൻ? ഭരതൻ ജയിലിൽ നിന്ന് ഇറങ്ങിയെന്ന് പറയാൻ. ഇനി വരണത് ഭരതനായിരിക്കും. അയാളുടെ പിന്നാലെ ഉണ്ടാവും ദുഷ്ടക്കൂട്ടങ്ങൾ മുഴുവൻ. മഹേന്ദ്രൻ സാറിനെ കുറിച്ച് ഒരു വിവരമില്ലല്ലോ അച്ഛാ. അന്നൊരു നമ്പര് തന്നിരുന്നതാ, അതിപ്പോ കാണാനുമില്ല. നമ്മളെ രക്ഷിക്കാൻ വേറെ ആരോടെങ്കിലും പറഞ്ഞാലോ? ആര് വരാനാ അമ്മേ? പേടിച്ചിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കോ? ആ മഹേന്ദ്രൻ സാറിന്റെ വീട്ടിലും ബോംബ് വെച്ചില്ലേ അവര്? ഒരുപാട് സന്തോഷിച്ചാൽ കരയേണ്ടി വരുമെന്ന് എന്റെ അച്ഛൻ പറയാറുണ്ട്. നന്ദിനിയുടെ കാര്യത്തിൽ അത് സത്യമായില്ലേ? നമ്മൾ ഒരുപാട് സന്തോഷിച്ചില്ലേ ഇവളെ കല്യാണ പെണ്ണിന്റെ വേഷത്തിൽ കണ്ടപ്പോ? കഴിഞ്ഞതെല്ലാം വെറുതെ ഓർമ്മിക്കണത് എന്തിനാ വിലാസിനി?
ഇനി ശേഷിക്കണത് കുറെ മണിക്കൂറുകളാ. അതിനിടയിൽ ആരും ഇങ്ങോട്ട് വരില്ല. ഇങ്ങനൊരു ജന്മം ഈശ്വരന്മാരെന്തിനാ എനിക്ക് തന്നതെന്ന് മനസ്സിലാവുന്നില്ല അച്ഛ. കണ്ടു കൊതി തീരും മുമ്പ് ഈശ്വരൻ തിരിച്ചെടുക്കുകയാണ് എന്റെ മോളെ. തിരിച്ചെടുക്കുകയല്ല, ബലമായിട്ട് തട്ടിപ്പറിക്കുക. എന്നാലും സമാധാനിക്കാം, എന്റെ മോള് തനിച്ചല്ലല്ലോ. അപ്പോഴും നമ്മൾ കൂടെ ഉണ്ടാവുമല്ലോ. നിങ്ങളുടെ കൺമുന്നിലിട്ട് ആ ദുഷ്ടൻ എന്നെ നശിപ്പിച്ചാലോ? അശ്വതി ചേച്ചിയോട് ചെയ്തതൊക്കെ എന്നോടും ചെയ്താലോ? ഈശ്വര, കൊല്ലുന്നതിന് മുമ്പ് അങ്ങനെയൊക്കെ ഉണ്ടാവോ? വരുന്നത് മനുഷ്യനല്ലല്ലോ അച്ഛാ, ചെകുത്താനല്ലേ. ഏത് നേരത്തെ എനിക്ക് സാക്ഷി പറയാൻ തോന്നിയത്? ഓരോ അപ്പ എന്റെ കാതില് ധർമ്മം ഉപദേശിച്ചത്. രാവണി മാഷെ അവൻ വെട്ടിക്കൊല്ലണത് ഞാൻ മാത്രമല്ലല്ലോ കണ്ടത്. എന്നിട്ടും ഈ അച്ഛൻ നിന്നെ പറ്റി ഓർത്തില്ലല്ലോ മോളെ. ഞാൻ എത്ര ഉറക്കെ കരഞ്ഞാലും തളരരുത്. ചിലപ്പോ അവൻ എന്നെ ക്രൂരമായി പീഡിപ്പിച്ചു എന്ന് വരും. എന്നാലും കണ്ണു തുറക്കരുത്. മുന്നിൽ കാണുന്ന കാഴ്ച ചിലപ്പോ അത്രയ്ക്ക് ഭീകരമായിരിക്കും. എന്റെ ഭഗവതി, എത്ര തവണ വിളിച്ചു, എന്തൊക്കെ വഴിപാട് തന്നു, എന്നിട്ടും എന്താ ഇങ്ങനെ? ഈ പ്രാർത്ഥന നീ കേട്ടില്ലെങ്കിൽ എന്റെ കണ്ണുനീര് ശ്രീകോവിലിനുള്ളിലേക്ക് ഒഴുകി വരും. അത് ചുട്ടു പൊള്ളിക്കും. ഞങ്ങളുടെ ജീവനെടുത്തോ, പകരം എന്റെ മോളെ തിരിച്ചെത്താ. നല്ലൊരു വാർത്തയുണ്ട്, കേൾക്കണ്ടേ? നാളെ 11 മണിക്ക് ഭരതം പുറത്താണ്. ആദ്യം അവൻ എങ്ങോട്ടാ പോകുന്നെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാലോ നിനക്ക്. അറിയാം. അന്ന് പറഞ്ഞ പോലെ രക്ഷിക്കാൻ പോകുന്നുണ്ടോ ആ കുടുംബത്തിലുള്ളവരെ? ഉണ്ട്. അപ്പൊ ഇവിടെയും ഒരു ചെത ഒരുക്കേണ്ടി വരും. അത് വേണ്ട, പെട്രോൾ ഇരിപ്പില്ലേ, കത്തിച്ചോളൂ. അതാ നല്ലത്. ശവത്തിനോട് എന്തിനാ പ്രത്യേകിച്ച് ഒരു സെന്റിമെന്റ്? ഇനി കാണാൻ പറ്റില്ലെങ്കിലോ ജീവനോടെ. ഗുഡ് ബൈ. അയ്യോ, കുഞ്ചുണ്ണിയേട്ടൻ. അന്ന് ഇത്രേ സംഭവിച്ചുള്ളൂ. ചവിട്ടി മെതിച്ചിട്ടും ജീവൻ തിരിച്ചു തന്നു. നടക്കാൻ വയ്യെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇവിടെ വന്നു എന്നറിഞ്ഞാ ഇനി അവർ ഉപദ്രവിക്കില്ലേ? സാരമില്ല, വരുന്നത് വരട്ടെ. ഭരതന്റെ കാര്യം വല്ലതും അറിഞ്ഞോ? 1 മണിക്കൂറിനുള്ളിൽ പുറത്തിറങ്ങൂന്ന് പറഞ്ഞു കേട്ടു. 1 മണിക്കൂറിനുള്ളിൽ പുറത്തിറങ്ങൂന്ന് പറഞ്ഞു കേട്ടു. എന്റെ ഗുരുവായൂരപ്പ, ഒളിച്ചോടാൻ സമ്മതിക്കില്ല. സഹായിക്കാൻ പോലീസും ഇല്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? ഇനി ഇവിടെ വന്ന വീട്ടിനുള്ളിലിട്ട് ചുട്ടുകൊല്ലുന്ന ആ ദുഷ്ടന്മാര് പറഞ്ഞിരിക്കില്ല. പൊയ്ക്കോളൂ കുഞ്ചുണ്ണി നായരെ. ഞങ്ങളെ സ്നേഹിച്ചതിന് കുഞ്ചുണ്ണി നായര് ശിക്ഷ അനുഭവിക്കണ്ട. പൊയ്ക്കോട്ടെ മാഷെ, ഉപേക്ഷിച്ചു പോകണതല്ല, വയ്യാഞ്ഞിട്ട
അറിയാൻ കൊച്ചുണ്ണി നേരെ. പോട്ടെ മാഷെ. പറഞ്ഞു വിശ്വസിപ്പിക്കും. നന്ദിനി, എന്താ അച്ഛാ? മോളിങ് അടുത്തു വാ. ഒരു കാര്യം ചോദിച്ചാൽ മോള് സത്യം പറയുമോ? ചോദിച്ചോളൂ. ഈ അച്ഛനോട് എപ്പോഴെങ്കിലും നിനക്ക് വെറുപ്പ് തോന്നിയിട്ടുണ്ടോ മോളെ? ഇല്ല അച്ഛാ. സാക്ഷി പറഞ്ഞിട്ടും ഇല്ല. നിനക്കോ വിലാസിനി? എനിക്കുമില്ല. നമുക്ക് രക്ഷപ്പെടണ്ടേ? 2 തവണ ശ്രമിച്ചതല്ലേ? ഒരു തവണ കൂടി നോക്കിയാലോ? മോൾക്ക് സമ്മതമാണോ? പ്പിക്കാൻ ഞാനല്ല, യമുനയുടെ കണ്ണീരിന്റെ ചൂടാ. ജയകൃഷ്ണൻ നമ്മളെ എല്ലാവരെയും കൊല്ലാൻ ശ്രമിച്ചു അല്ലേ? എന്നാ തിരിച്ചു പോണ്ടേ? ഞങ്ങളുടെ ജീവൻ എടുത്തോ, പകരം എന്റെ മോളെ തിരിച്ചു താ. പെട്രോൾ ഇരിപ്പില്ലേ, കത്തിച്ചോളൂ. അതാ നല്ലത്. ശവത്തിനോട് എന്തിനാ പ്രത്യേകിച്ച് ഒരു സെന്റിമെന്റ്? ഈ അച്ഛനോട് എപ്പോഴെങ്കിലും നിനക്ക് വെറുപ്പ് തോന്നിയിട്ടുണ്ടോ മോളെ? ഇല്ല അച്ഛാ. സാക്ഷി പറഞ്ഞിട്ടും ഇല്ല. നിനക്കോ വിലാസിനി? എനിക്കുമില്ല. നമുക്ക് രക്ഷപ്പെടണ്ടേ? 2 തവണ ശ്രമിച്ചതല്ലേ? ഒരു തവണ കൂടി നോക്കിയാലോ? മോൾക്ക് സമ്മതമാണോ? അച്ഛൻ ഇപ്പൊ വരും. ഇനി ഒട്ടും സമയമുണ്ടാവില്ല. അതുകൊണ്ട് ഒരു
ഒരിക്കൽ കൂടി കല്യാണ പെണ്ണായിട്ട് നിന്നെ കാണാൻ അമ്മയ്ക്ക് കൊതിയുണ്ടെന്ന് പറഞ്ഞ് രണ്ടു വട്ടം കല്യാണ സാരി ഉടുത്തപ്പോഴും നിന്നെ അണിയിച്ചൊരുക്കിയത് കൂട്ടുകാരികളല്ലേ. അമ്മയ്ക്ക് ആ ഭാഗ്യം കിട്ടി. ഇപ്പോഴാ ഈ അമ്മയ്ക്ക് മനസ്സിലാവുന്നത് എത്ര സുന്ദരിയാ എൻ്റെ മോള്. അച്ഛൻ ഇനിയും വന്നില്ലല്ലോ മോളെ. ചിലപ്പോൾ ആ കുഞ്ചുണി നായരെ കാണാൻ പോയിട്ടുണ്ടാവും. അയാളോട് മാത്രമേ അച്ഛൻ യാത്ര പറയാനുള്ളൂ. ആ, അച്ഛൻ വന്നല്ലോ. കൈ കഴുകി വന്നോളൂ, ഊണുകാലായിട്ടുണ്ട്.
മോളെ. വാ. ഉറങ്ങിക്കോളും മോളെ. ഇനി നിന്നെ ആരും ശല്യപ്പെടുത്താൻ വരില്ല. വരില്ല. ഇപ്പൊ സമാധാനമായില്ലേ? നമുക്ക് ഉറങ്ങാം. ഭരതൻ എന്റെ മോളെ കണ്ണീരിലിട്ട് പിച്ചു ചീന്തുന്നത് കാണാനുള്ള കരുത്തില്ല. അദ്ദേഹത്തെ വെട്ടി നോക്കുന്നതും താങ്ങാൻ പറ്റും. ആ ദുഷ്ടൻ ഒരിക്കലും തേടി വരാത്തൊരു ലോകത്തേക്ക് ഞങ്ങൾ ഒരുമിച്ച് പോവുകയാണ്. ഹലോ, ഡോക്ടർ വില്യംസ് ഹിയർ. ഇത് ഞാനാ, വിശ്വംഭരൻ. ആ അതെ, വിഷം കഴിച്ചൊരു പെണ്ണിനെ ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ആ ശരി. അവൾ എനിക്ക് ജീവനോടെ തിരിച്ചു തരണം. അമൂല്യമായ ജീവനാ, മറക്കരുത്. ഓക്കെ, ഞാൻ വേണ്ട ചെയ്തോളാം. പകരം നിങ്ങൾക്ക് എന്തും ചോദിക്കാം, എന്തും. ഓക്കെ. വിശ്വേട്ടൻ ആദ്യമായി
ഒരു നല്ല കാര്യം ചെയ്തല്ലോ. ചെയ്തു കൂട്ടിയതൊക്കെ തെറ്റായിരുന്നു എന്ന് തോന്നി തുടങ്ങിയോ? നന്നായി വിശ്വട്ട. എല്ലാം എന്റെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാ. പക്ഷെ നിന്റെ പ്രാർത്ഥന ഇഷ്ടദൈവങ്ങളാരും കേട്ടില്ലല്ലോ ഭാനുമതി. ഈശ്വരൻ സഹായിച്ചത് നിന്നെയല്ല, എന്നെയാ. അതുകൊണ്ടല്ലേ ജീവനുള്ള ഒരു ഇരയെ ബാക്കി വെച്ചത്. ഭരതം വരുമ്പോ സാക്ഷി പറഞ്ഞവരൊക്കെ ചത്തുപോയെന്ന് പറയാൻ പറ്റുമോ എനിക്ക്? ഇപ്പൊ അത് വേണ്ട. ജീവനോടെ തന്നെ കിട്ടിയല്ലോ നന്ദിനിയെ. കഷ്ടം. ഒരു നിമിഷമെങ്കിലും ഞാൻ വെറുതെ മോഹിച്ചു നിങ്ങളൊരു മനുഷ്യനായത്. ഈശ്വരന് പറ്റിയ കൈപ്പിഴ. നിങ്ങൾ മൃഗമായി ജനിക്കേണ്ടതായിരുന്നു. എങ്ങനെയോ മനുഷ്യ ജന്മം കിട്ടിപ്പോയി. ഇത് ഞാൻ ആഗ്രഹിച്ച ജന്മം തന്നെയാ. ഈ ജന്മത്തിൽ എനിക്ക് ആരെ സ്നേഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ എന്റെ പേര് പോലും വിശ്വംഭരൻ എന്നായത്. മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ഈശ്വരനായി മാറുമെന്ന് പറയാറുണ്ട്. ഈ മൃതദേഹങ്ങളോടെങ്കിലും അനാദരവ് കാണിക്കരുത്. എന്താ കുഞ്ഞുണ്ണിയാരെ, അവര് മരിച്ചതിന് താൻ എന്തിനാ വിഷമിക്കണേ? മരിച്ചു കഴിഞ്ഞപ്പോ അവര് ദൈവങ്ങളായില്ലേ. ഇനി ഫോട്ടോ വെച്ച് പൂജിക്കാലോ തനിക്ക്. ഒരപേക്ഷയുണ്ട് മുതലാളി. അപേക്ഷിച്ചോളൂ. ജീവിച്ചിരുന്നപ്പോ ഒരുപാട് അനുഭവിച്ചു മാഷും കുടുംബവും. മരിച്ചു കഴിഞ്ഞപ്പോഴെങ്കിലും പകയടക്കിക്കൂടെ? ഞങ്ങള് മതാചാരപ്രകാരം ഈ മൃതദേഹങ്ങൾ സംസ്കരിച്ചോട്ടെ. അതെങ്ങനെ ശരിയാവും കുഞ്ഞുണ്ണി? ജീവിച്ചിരുന്നപ്പോ അവരെന്റെ ബലിമൃഗങ്ങളായിരുന്നു. മരിച്ചു കിടന്നാലും അതിന് മാറ്റമൊന്നും വരില്ല. അതെവിടെ കിടന്ന് ചീഞ്ഞ് നാറിക്കൂട്ടുള്ളൂ. അരുത് മുതലാളി, അരുത്. ആരെങ്കിലും അകത്ത് കയറി മൃതദേഹം തൊട്ടു എന്നറിഞ്ഞാൽ പിന്നെ വരും തൊട്ടവനെയൊക്കെ ഇതുപോലെ ദൈവമാക്കി മാറ്റാൻ. ഇനി കുറച്ചുകാലം കൂടി ജീവിക്കേണ്ടത് എനിക്ക്. സ്വന്തം കാര്യം നോക്കി എവിടെയെങ്കിലും പോയിക്കോ. ചത്തുപോയവരിനെ എന്ത് ചെയ്യണമെന്ന് ഈ വിശ്വംഭരൻ തീരുമാനിക്കും. അതെങ്ങനെ ശരിയാവും കുഞ്ഞുണ്ണി? ജീവിച്ചിരുന്നപ്പോ അവരെന്റെ ബലിമൃഗങ്ങളായിരുന്നു. മരിച്ചു കിടന്നാലും അതിന് മാറ്റമൊന്നും വരില്ല. അതെവിടെ കിടന്ന് ചീഞ്ഞ് നാറിക്കൂട്ടുള്ളൂ. അരുത് മുതലാളി, അരുത്. ആരെങ്കിലും അകത്ത് കയറി മൃതദേഹം തൊട്ടു എന്നറിഞ്ഞാൽ പിന്നെ വരും തൊട്ടവനെയൊക്കെ ഇതുപോലെ ദൈവമാക്കി മാറ്റാൻ. ഇനി കുറച്ചുകാലം കൂടി ജീവിക്കേണ്ടത് എനിക്ക്. സ്വന്തം കാര്യം നോക്കി എവിടെയെങ്കിലും പോയിക്കോ. ചത്തുപോയവരിനെ എന്ത് ചെയ്യണമെന്ന് ഈ വിശ്വംഭരൻ തീരുമാനിക്കും. എന്താ ദാമോദരൻ മാഷ്ടയും വിലാസിനിയുടെ മൃതദേഹങ്ങൾ തൊട്ടുപോകരുന്ന വിശ്വംഭര മുതലാളി പറയണത്? പേടിച്ചിട്ട് ആരും അടുക്കണില്ല. ഇതുവരെ പോലീസും അങ്ങോട്ട് വന്നിട്ടില്ല. CI ശങ്കർ അങ്ങോട്ട് പോന്നിട്ടുണ്ടല്ലോ. ഉടനെ മഹേന്ദ്ര സാർ അങ്ങോട്ടെത്തും. മതാചാര പ്രകാരമുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്ത് മൃതദേഹങ്ങൾ സംസ്കരിച്ചോളൂ. എല്ലാം കഴിയുന്നതുവരെ പോലീസ് ആ വീട്ടിലുണ്ടാവും. നന്ദിയുണ്ട്. മുതലാളി, എന്താടാ? എല്ലാവരും ചേർന്ന് ദാമോദരന്റെയും വിലാസിനുടെയും ചിത ഒരുക്കുകയാണ് അവിടെ. അരുതെന്ന് ഞാൻ പറഞ്ഞിട്ടും. അതേ മുതലാളി, ആ അശ്വതിയാണ് എല്ലാത്തിനും പിന്നിൽ. അവളെ സഹായിക്കാൻ ആ വലിയ വീട്ടിലെ യശോദയുടെ മകനുമുണ്ട്, ജയകൃഷ്ണൻ. ഈ വിശ്വംഭരൻ ആരാണെന്ന് ഒരിക്കൽ കൂടി ഒന്ന് അറിയിക്കണമല്ലോ. ഇപ്പോഴങ്ങോട്ട് പോണ്ട മുതലാളി. അതെന്താടാ? അവരുടെ കൂടെ ആ SP മഹേന്ദ്രനും ഉണ്ട്. വിശ്വംഭരൻ പാഠങ്ങൾ പഠിപ്പിക്കണ്ട.
എന്തായി വിജയേട്ടാ, മൃതദേഹം സംസ്കരിക്കാൻ വിശ്വംഭരൻ സമ്മതിച്ചോ? ഞാൻ അങ്ങോട്ട് പോയില്ല. പോകണമെന്ന് കരുതിയതാ. പക്ഷെ എങ്ങനെ പോകും? 2 പെങ്ങന്മാരില്ല എനിക്ക്. അവരെ ഭദ്രമായി ആരെങ്കിലും ഏൽപ്പിക്കണത് വരെ വിശ്വംഭരനെ പിണക്കാൻ പറ്റുമോ? ഭരതം വരുമ്പോ ആ വീട്ടിൽ പോയവരെ മുഴുവൻ ശിക്ഷിക്കുമെന്ന ഡിസൂസ പറഞ്ഞു നടക്കുന്നത്. എന്റെ ഈശ്വര, പഴയ കാലം വീണ്ടും വരുമല്ലോ. ഇവിടെ ആർക്കും മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ലല്ലോ. പോലീസ് വന്ന് മൃതദേഹം സംസ്കരിച്ചു എന്നാ കുഞ്ചുണ്ണ നായർ പറഞ്ഞേ. അയ്യോ, നാട്ടുകാരും സഹകരിച്ചുത്രേ. പോലീസ് പറഞ്ഞാൽ കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, അശ്വതിയുമായ എവിടെ? അത് പിന്നെ എന്താ, എവിടെ പോയി അവര്? ചേട്ടാ, അവര് നന്ദിനിയുടെ വീട്ടിൽ പോയിരിക്കുക. അവസാനായിട്ട് മാഷയെ അടുത്തി ഒന്ന് കാണണമെന്നും പറഞ്ഞു. പോണ്ടാന്ന് പറഞ്ഞൂടായിരുന്നു ശാരദ? ആ വീടുമായിട്ട് അത്രക്ക് അടുപ്പുണ്ടായിരുന്നില്ലേ നമുക്ക്? ഇങ്ങനെ ഒരു അത്യാഹിതം ഉണ്ടാവുമ്പോ പോകാതിരിക്കാൻ പറ്റുമോ ചേട്ടാ? ഭരതം വരുമ്പോ ഇവിടെയും ഉണ്ടാവില്ലേ അതുപോലൊരു അത്യാഹിതം? അവനെ കൊല്ലണമെന്ന് പറഞ്ഞു നടക്കുകയല്ലേ അശ്വതി? അതാരെങ്കിലും ഭരതന്റെ ചെവിയിലെത്തിക്കും. പിന്നെ ഇവിടെ ഒരു തരി മണ്ണെങ്കിലും ബാക്കി ഉണ്ടാവോ? നമുക്ക് പറയാനല്ലേ പറ്റുമോ? തല്ലി അനുസരിപ്പിക്കാൻ പറ്റുമോ? വരട്ടെ, ഇങ്ങോട്ട് ചോദിക്കണുണ്ട് ഞാൻ. ആര് പറഞ്ഞാലും അശ്വതി തേക്കില്ല വിജയേട്ടാ. ഇത്രയും നാളും പഴയതൊക്കെ നെഞ്ചിലിട്ട് നീട്ടി നടക്കുകയായിരുന്നു അവള്. ഭരതം വരുന്നു എന്ന് കേട്ടപ്പോഴാ പ്രതികരിക്കാൻ തുടങ്ങിയത്. എന്താ ചെയ്യാ? എന്റെ ഈശ്വര, എങ്ങോട്ടാണാവോ ഇത്ര തിടുക്കത്തിൽ? കരുണ ഹോസ്പിറ്റലിൽ വിശ്വംഭരം മുതലാളിക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട്, ഒന്ന് കാണാൻ പോണതാ. വേണ്ടപ്പെട്ട ആളിപ്പോ വെന്റിലേറ്ററില്ല, കാണാൻ പറ്റിയെന്ന് വരില്ല. യമധർമ്മന്റെ കയ്യിൽ നിന്ന് ബലമായി പിടിച്ചു വാങ്ങി ഐസിയുയിൽ എത്തിച്ചതാ ആ ജീവൻ. തടഞ്ഞാലും കേറി കാണും ഈ ശങ്കർദാസ്. ആത്മവിശ്വാസം കൊള്ളാം, പക്ഷേ ഡോക്ടർമാരല്ലാതെ ആരവിടെ കയറിയാലും ഷൂട്ട് ചെയ്യും ഈ ഡിവൈഎസ്പി ഹരിത. പിന്നെ യമധർമ്മന്റെ കയ്യിൽ നിന്ന് ആര് പിടിച്ചു വാങ്ങും ഈ അമൂല്യമായ ജീവൻ? ഒരു ബുള്ളറ്റ് കൊണ്ട് നിനക്കൊരിക്കലും ഈ ശങ്കർദാസിന്റെ ജീവൻ അവസാനിപ്പിക്കാൻ പറ്റില്ല ഹരിത. ഒരു 100 പേരുടെങ്കിലും മുന്നിൽ നീ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. വെറുതെ ഒരു അലങ്കാരം പോലെ ആ അരപ്പട്ടയിൽ കെട്ടി തൂക്കിയിടാനുള്ളതാ ആ റിവോൾവർ. ഷൂട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് പേരുടെ അനുവാദം ചോദിക്കേണ്ടി വരും. ഇത് കണ്ടോ, ചുരുങ്ങിയത് 7 പേരുടെയെങ്കിലും ജീവൻ എടുത്തിട്ടുണ്ടവൻ. അവരൊക്കെ അങ്ങേ ലോകത്തേക്ക് പോയിട്ടും എനിക്കാരോടും ഉത്തരം പറയേണ്ടി വന്നിട്ടില്ല. നിന്നെ ഇവിടെ കൊന്നിട്ടാലും ഒരു പട്ടിയും ചോദിക്കാൻ വരില്ല. നിന്റെ വിരൽ ആ ട്രിഗറിൽ തൊടുന്നതിന് മുൻപ് എന്റെ ഈ റിവോൾവർ ശബ്ദിച്ചിരിക്കും മിസ്റ്റർ ശങ്കർദാസ്. അത്ര എളുപ്പം ചത്തുപോകണമെന്നുണ്ടോ വിശ്വംഭരന്റെ വിശ്വസ്തനായ ഈ സഹയാത്രികന്? പോലീസ് പിന്നാലെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞേക്കു വിശ്വംഭരനോട്. ഒരു തെളിവ്, ഒരേ ഒരു തെളിവ്, അത് മാത്രം മതി പോലീസിന്. ദാമോദരൻ മാഷും വിലാസിനിയും വിഷം കഴിച്ച് ചത്തത് ഭരതന്റെ കാര്യം പറഞ്ഞ് വിശ്വംഭരൻ മുതലാളി പേടിപ്പിച്ചിട്ടാണെന്ന് ബോധം വീഴുമ്പോ നന്ദിനി പറഞ്ഞു തരും. ആ കാർ ആക്സിഡന്റ് പിന്നിലും മുതലാളിയാണെന്ന് ചന്ദ്രശേഖരനെ കൊണ്ടും പറയിപ്പിക്കാൻ പോരെ? പോരല്ലോ ശങ്കർദാസേ. ജാമ്യം കിട്ടാനിടയുള്ള ഒരു കേസിലും ഇനി അയാളെ ഞങ്ങൾക്ക് വേണ്ട. ഇതായിരുന്നില്ല വിശ്വംഭരൻ മുതലാളി കാത്തിരുന്ന ക്ലൈമാക്സ്. 3നെയും വെട്ടി നുറുക്കിയിട്ട് ആ വീടിനുള്ളിലിട്ട് തീയിട്ട് നശിപ്പിക്കണമായിരുന്നു. നടന്നില്ല. ഭരതം പുറത്തു വരുന്നതിന് മുമ്പേ അങ്ങേ ലോകത്തേക്ക് പാസ്പോർട്ട് എടുത്തു ആ പന്ന കിഴവൻ. ഒപ്പം ഭാര്യയും കൊണ്ടുപോയി. എന്നാലും ഭരതന് ഭാഗ്യമുണ്ട്, ജീവനോടെ തന്നെ കിട്ടും. മുതലാളിയെ ധിക്കരിച്ച് 2 വട്ടം കല്യാണപ്പെട്ടെടുത്ത ആ നന്ദിനിക്കുട്ടിയെ ഇനി അവൾക്ക് വേണ്ടത് മന്ത്രകോടിയല്ല, ശവക്കച്ച. അതണിയിക്കും ഭരതൻ. ഇല്ല ശങ്കർദാസേ, കഴിയില്ല. അതിനു മുൻപേ തളയ്ക്കാൻ ഒട്ടും വൈകാതെ വരും മഹേന്ദ്രൻ സർ.
കരുതിയിരുന്നു. ഇനി വിശ്വംഭരനെ മാത്രമല്ല, ഭരതനെയും ഞങ്ങൾക്ക് വേണം. പോലീസുകാരെ സ്മാർട്ടാകണം, പക്ഷേ ഓവർ സ്മാർട്ടാകരുത്. സിനിമയെ കാണുന്ന പോലീസുകാരെ അനുകരിക്കല്ലേ ഹരിതേ. ഈ പന്ത പോലെ ആളിപ്പോകും നീ. നമുക്ക് കാണാം. നന്ദിനി ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. ഇവിടെ കൊണ്ടുവന്നപ്പോൾ ജീവന്റെ നേരിയ ഒരു തുടുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പൾസിന് മാറ്റമുണ്ട്. ഹാർട്ട് ബീറ്റ് നോർമലാണ്. അതിൽ കൂടുതലൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. ഈ ഹോസ്പിറ്റൽ ഇപ്പോ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഡോക്ടർ. യൂണിഫോമിലുള്ള പോലീസുകാർ 1-2 ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം മഫ്തിയിലാണ്. എന്നാലും അയാൾ ഭരതനെ കൊണ്ടുവരും. നന്ദിനിക്ക് ബോധം വേണമെന്നറിയാൻ 3 വട്ടം അയാൾ എന്നെ വിളിച്ചിരുന്നു. ഭരതം വരുമ്പോ ജീവനോട് അവളെ കൊടുക്കേണ്ടി വരും. രക്ഷപ്പെടുത്തുന്നത് ഭരതന് കൊല്ലാൻ വേണ്ടിയാണെന്ന് ഓർക്കുമ്പോ ധൈര്യമായിരിക്കും ഡോക്ടർ, അങ്ങനൊന്നും സംഭവിക്കില്ല. ഈ ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിൽ ഭരതൻ എത്തിയാൽ ആ നിമിഷം അവനെ ഞങ്ങൾ കസ്റ്റഡിയിലെടുക്കും. വിശ്വേട്ട, ആദ്യം മഹേന്ദ്രൻ, ഇപ്പൊ ഗ്രാമം മുഴുവൻ. ഭരതം പുറത്തു വരുമ്പോ നിങ്ങൾ ജീവനോടെ ഉണ്ടാവോ വിശ്വേട്ട? വല്ലപ്പോഴൊക്കെ തോൽക്കുന്ന എനിക്ക് ഇഷ്ടമാണ് ഭാനുമതി. തോൽവിക്ക് ശേഷം ഉണ്ടാവുന്ന ജയത്തിന് മധുരം കൂടും. ഒരാളെയും വെറുതെ വിടില്ല ഞാൻ. വേണ്ടി വന്ന ഈ ഗ്രാമം അങ്ങനെ തന്നെ ചുട്ട് കരിക്കും ഞാൻ. ആത്മവിശ്വാസം നല്ലതാ, പക്ഷെ അത് അമിതമാവരുത്. ആ വീട്ടിൽ മരിച്ചു കിടക്കുന്നത് ഒരു സാധാരണ മനുഷ്യനല്ല. ഈ നാട്ടിൽ ഒരുപാട് കുഞ്ഞുങ്ങളെ അക്ഷരം പഠിപ്പിച്ച ദാമോദര മാഷ്. അക്ഷരം അഗ്നിയാണെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ വിശ്വേട്ട? ഇപ്പോഴങ്ങോട്ട് പോയാ അവിടെയുള്ളവർ നിങ്ങൾക്ക് ഒരു ചിതയൊരുക്കുന്ന എന്റെ മനസ്സ് പറയുന്നു. പോകരുത് വിശ്വേട്ട, അത് അപകടമാ. തോൽക്കാൻ എനിക്ക് മനസ്സില്ല ഭാനുമതി. മരിക്കാൻ തിടുക്കമായെങ്കിൽ ഞാൻ തടയുന്നില്ല. ഇനിയെല്ലാം വിശ്വേട്ടന്റെ ഇഷ്ടം. ജയിച്ചു എന്ന് കരുതി തൽക്കാലം അവർ ആഘോഷിക്കട്ടെ ആ ശവമടക്ക്. എന്റെ ഭരതം വരുമ്പോ എല്ലാത്തിനും എണ്ണി എണ്ണി ഉത്തരം പറയിച്ചോളും. എന്താ എവിടെ പോയതാ നീ? ഏട്ടത്തി പറഞ്ഞില്ലേ? പറഞ്ഞു. നീ എന്തിനാ അവിടെ പോയത്? നമ്മൾ എപ്പോഴും ആ വീട്ടിൽ പോവാറുള്ളതല്ലേ. ഇപ്പോഴെന്തിനാ പോയത്? ഏട്ടൻ എന്താ ഒന്നും അറിയാത്ത പോലെ. എന്നെ മയം സ്വന്തം മക്കളെ പോലെ കരുതിയിരുന്നവരാ ദാമോദര മാഷം വിലാസിനെ എടുത്തി. അവരുടെ മൃതദേഹം സംസ്കരിക്കരുതെന്ന് ഒരു കാട്ടാളം പറഞ്ഞു. കണ്ണുടച്ചനുസരിക്കാൻ പറ്റൂ? നാട്ടുകാരിൽ ചിലർക്കെങ്കിലും അത് മനസ്സിലായി. പിന്നെ പോലീസ് ഉണ്ടായിരുന്നു കൂടെ. എന്നിട്ട് മായ എവിടെ? നന്ദിനെ കാണാൻ അവൾ ആശുപത്രിയിലേക്ക് പോയി. അവളെ എന്തിനാ നീ അങ്ങോട്ട് പറഞ്ഞു വിട്ടെ? ഏതു നിമിഷവും ഭരതം വരും. മാഷും വിലാസിനെ എടുത്തി മരിച്ചു എന്നറിയുമ്പോ നന്ദിനി അന്വേഷിച്ച് ചെല്ലില്ലേ അവൻ? അപ്പോ മായയെ കണ്ടാൽ അവളെയും വിട്ടു നോക്കില്ലേ അവൻ? ഒന്നും സംഭവിക്കില്ല. നന്ദിനെ തൊടാൻ കൂടി കിട്ടില്ല അവന്. ആശുപത്രിയുടെ ഗേറ്റ് കടന്ന പേപ്പട്ടിയെ കൊല്ലുന്ന പോലെ വെടിവെച്ച് കൊല്ലും പോലീസ്. പിന്നെ വിശ്വംഭരൻ, അവന്റെ പിന്നാലെ നിഴൽ പോലെയുണ്ട് മഹേന്ദ്ര സാർ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും വിശ്വംഭരനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടോ പോലീസിന്? അറസ്റ്റ് ചെയ്തിട്ട് പുഷ്പം പോലെ പുറത്തു വന്നില്ല അവൻ. ഏട്ടൻ പേടിക്കണ്ട, അരുതാത്തൊന്നും സംഭവിക്കില്ല. നാട്ടുകാർ പ്രതികരിച്ചു തുടങ്ങി. ഇനി വിശ്വംഭരന്റെ ഒരു കളിയും നടക്കില്ല.
മോളെ, ഏട്ടൻ പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ? കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നിട്ടും ചന്ദ്രശേഖരന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ പറ്റുമോ മഹേന്ദ്രൻ സാറിന്? എന്തും പ്രതീക്ഷിക്കണം. വിശ്വംഭരനെയും ഭരതനെയും അത്ര പെട്ടെന്നൊന്നും തളയ്ക്കാൻ പറ്റില്ല പോലീസിന്. എന്നാലും ഈ ദുഷ്ടന്മാർക്കെതിരെ ശബ്ദിക്കാനെങ്കിലും. എന്നാലും ഒറ്റയാനായി നിന്ന് എത്ര കാലം പോരാടാനാകും അദ്ദേഹത്തിന്? പണം മലവെള്ളം പോലെ ഒഴുക്കിയിട്ടാ വിശ്വംഭരൻ ഭരതനെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നത്. സ്ഥലം മാറ്റം കിട്ടി അദ്ദേഹം ഇവിടുന്ന് പോയാൽ പിന്നെ ആരുണ്ട് വിശ്വംഭരനെതിരെ ആരുമില്ലെങ്കിലും ഞാനുണ്ട് ഏട്ടത്തെ അവർക്കെതിരെ ശബ്ദിക്കാൻ. പോലീസിന്റെ പിടിയിന്ന് ഭരതൻ രക്ഷപ്പെട്ടാലും എന്റെ പിടിയിന്ന് രക്ഷപ്പെടില്ല. നീ നിന്നെ മാത്രമേ ഓർക്കുന്നുള്ളൂ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ മായയുടെ ജീവിതം അനാഥമാവില്ലേ? ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് നെട്ടോട്ട് ഓടേണ്ടി വരില്ലേ? എവിടെ പോയാലും തേടി പിടിച്ച് അവസാനിപ്പിക്കില്ലേ വിശ്വംഭരൻ? ഭരതനെ പോലീസ് എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷെ അശ്വതി, നീ ആയിട്ട് ഒന്നും ചെയ്യരുത് അവനെ. പഴയതൊക്കെ വീണ്ടും ആവർത്തിച്ചാലോ എടുത്തി? ഏട്ടന്റെ മറ്റേ കാലുകൂടി അവൻ തല്ലി ഒടിച്ചാലോ? നമ്മുടെ മായ കൂടി. അരുത് അരുത് അശ്വതി, അങ്ങനെയൊന്നും പറയരുത്. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ അവനെ പിച്ച് ചീന്താൻ, തുണ്ടം തുണ്ടമായി വെട്ടിയെറിയാൻ ആരെങ്കിലും ഒരാൾ വേണം. ഏട്ടത്തി പറഞ്ഞതുപോലെ മഹേന്ദ്രൻ സാറിന് അവനെ തൊടാനായില്ലെങ്കിൽ പിന്നത് ചെയ്യേണ്ടത് ഞാനല്ലേ ഏട്ടത്തി? ഞാൻ അന്ന് നെഞ്ചു പിളർന്ന് ഞാൻ കരഞ്ഞില്ലേ? ഹൃദയം ഉരുകി കണ്ണുകളിലൂടെ ചോർന്നില്ലേ? അതുപോലെ വേദന കൊണ്ട് പുളയണം അവൻ. നിലവിളി കേട്ട് നാട് നടുങ്ങണം, ചോരപ്പുഴയായി ഒഴുകണം. അത് കാണാനല്ലേ ഇടത്തി ഈ അശ്വതി ഇത്രയും നാൾ ജീവിച്ചത്? ഇല്ലെങ്കിൽ ഒരു സാധാരണ പെണ്ണിനെ പോലെ മാനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് തൂങ്ങിച്ചാവില്ലായിരുന്നോ ഞാനും? നിന്നോട് എന്തു പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങളോടുള്ള സ്നേഹമല്ല, ഭരതനോടുള്ള പക മാത്രമാണ് നിന്റെ മനസ്സിൽ. പക്ഷെ ഒരു കാര്യം നീ ഓർക്കണം, വിശ്വംഭരൻ നന്ദിനിയെ രക്ഷിച്ചതേ സഹതാപം കൊണ്ടല്ല. അയാൾ കാത്തിരിക്കുന്നതേ ആശുപത്രിയിൽ നിന്നുള്ള അവളുടെ നിലവിളി കേൾക്കാനാ. ഭരതന് കൊടുക്കാനുള്ള ജീവനുള്ള സമ്മാനം മാത്രമാണവൾ. പറയുന്നത് ക്രൂരതയാണെന്ന് എനിക്കറിയാം. ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നത് നന്ദിനി രക്ഷപ്പെടാനല്ല, മൃതദേഹങ്ങൾക്ക് പോലും മാപ്പ് കൊടുക്കാത്ത കാട്ടാളന്മാരുടെ കയ്യിൽ ജീവനോടെ നന്ദിനിയെ കിട്ടിയാൽ. കിട്ടില്ല അശ്വതി, ഈശ്വരൻ അവളോട് കരുണ കാണിക്കും. അവളും മരിക്കും. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ മോളെ. എന്താ ഏട്ടാ? മോളെ, കുറച്ചു കാലം നമുക്ക് ഇവിടെ നിന്ന് മാറി നിന്നാലോ? എങ്ങോട്ട് പോവും? തീരുമാനിച്ചിട്ടില്ല. ശാരദയും മായയും സമ്മതിച്ചു. നിന്റെ തീരുമാനം കൂടി അറിയണം. ചോര പുരണ്ട ഓർമ്മകളിൽ നിന്ന് പോലും രക്ഷപ്പെടാനാ നമ്മൾ ഇങ്ങോട്ട് പോന്നത്. ആരെ മറക്കാനാണോ നമ്മൾ ശ്രമിച്ചത്? അയാൾ മറക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ? എന്നെ എപ്പ കണ്ടാലും ഏട്ടൻ ഓർമ്മ വരില്ലേ ആ പിശാചിന്റെ മുഖം? ഏട്ടന്റെ ഈ കാല് കാണുമ്പോ, ഏടത്തെ മേടം നിറഞ്ഞ കണ്ണുകൾ കാണുമ്പോ ഞാൻ ഓർക്കും എന്നെ ഈ നിലയിലാക്കി ചെകുത്താനെ. എവിടെ പോയാലും അതൊന്നും മറക്കാൻ പറ്റുക? എന്റെ ഏട്ടന്റെ മനസ്സിന് തീ പിടിച്ച ആ രാത്രി. എന്നാലും മോളെ, ഇത്രയും നാളും ഓർമ്മകളിൽ വന്നേ അവൻ പേടിപ്പിച്ചുള്ളൂ. ഇപ്പോ നേരിൽ വരാൻ പോണു. നീ കൊല്ലാൻ കാത്തിരിക്കുകയാണെന്ന് അറിഞ്ഞാൽ നന്ദിനിയെ അവസാനിപ്പിച്ചിട്ട് അവൻ ഇങ്ങോട്ട് വരും മോളെ. വരണോ ഏട്ടാ? ഇങ്ങോട്ട് തന്നെ വരണം. നന്ദിനിയുടെ വീട്ടില് 2 ചിത എരിയുന്നത് പോലെ വിശ്വംഭരന്റെ വീട്ടിലും ഒരു ചിത എരിയണം. ഭരതന്റെ ചിത. ആര് പറഞ്ഞാലും കേൾക്കില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യുക? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കഴിഞ്ഞതൊക്കെ പിന്നെയും ആവർത്തിച്ചാൽ ഈ ഏട്ടൻ ജീവനോടെ ഉണ്ടാവില്ല.
എല്ലാം കഴിയുന്നതുവരെ പോലീസ് ആ വീട്ടിലുണ്ടാവും. നന്ദിയുണ്ട്. വിശ്വംഭരനെ പാഠങ്ങൾ പഠിപ്പിക്കണ്ട. വിശ്വംഭരനെ മാത്രമല്ല, ഭരതനെയും ഞങ്ങൾക്ക് വേണം. വിശ്വേട്ട, ആദ്യം മഹേന്ദ്രൻ, ഇപ്പൊ ഗ്രാമം മുഴുവൻ. വല്ലപ്പോഴൊക്കെ തോൽക്കുന്ന എനിക്ക് ഇഷ്ടമാണ് ഭാനുമതി. തോൽവിക്ക് ശേഷം ഉണ്ടാവുന്ന ജയത്തിന് മധുരം കൂടും. ഒരു ബുള്ളറ്റ് കൊണ്ട് നിനക്കൊരിക്കലും ഈ ശങ്കർദാസിന്റെ ജീവൻ അവസാനിപ്പിക്കാൻ പറ്റില്ല ഹരിത. ഒരു 100 പേരുടെങ്കിലും മുന്നിൽ നീ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. ഈ ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിൽ ഭരതൻ എത്തിയാൽ ആ നിമിഷം അവനെ ഞങ്ങൾ കസ്റ്റഡിയിലെടുക്കും. മാഷും വിലാസിനിയടുത്ത് മരിച്ചു എന്നറിയുമ്പോ നന്ദിനി അന്വേഷിച്ച് ചെല്ലില്ലേ അവൻ? സ്ഥലം മാറ്റം കിട്ടി അദ്ദേഹം ഇവിടുന്ന് പോയാൽ പിന്നെ ആരുണ്ട് വിശ്വംഭരനെതിരെ ശബ്ദിക്കാൻ? പഴയതൊക്കെ വീണ്ടും ആവർത്തിച്ചാലോ എടുത്തി? പണം മലവെള്ളം പോലെ ഒഴുക്കിയിട്ടാ വിശ്വംഭരൻ ഭരതനെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നത്. അന്ന് നെഞ്ചു പിളർന്ന് ഞാൻ കരഞ്ഞില്ലേ? ഹൃദയം ഉരുകി കണ്ണുകളിലൂടെ ചോർന്നില്ലേ? നിന്നോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങളോടുള്ള സ്നേഹമല്ല, ഭരതനോടുള്ള പക മാത്രമാണ് നിന്റെ മനസ്സിൽ. ചോര പുരണ്ട ഓർമ്മകളിൽ നിന്ന് പോലും രക്ഷപ്പെടാനാ നമ്മൾ ഇങ്ങോട്ട് പോന്നത്. ആരെ മറക്കാനാണോ നമ്മൾ ശ്രമിച്ചത്? അയാൾ മറക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ? ഭരതന്റെ ചിത ഈ ഏട്ടൻ ജീവനോടെ ഉണ്ടാവില്ല. മഹാമതിമയൂരവാഹനം സുരസൈന്യനാഥം സദാ ശരണമഹം പ്രപദ്യേ. ഷടാനനം കുംഭവരക്തവർണം മഹാമതിമയൂരവാഹനം രുദ്രസ്യ സൂനം സുരസൈന്യനാഥം സദാ ഈ പറഞ്ഞയാള് വല്ലാത്ത വാശിക്കാരനാണ് അല്ലേ? വാശി മാത്രമല്ല, മുൻകോപമുണ്ട്. പ്രശ്നത്തിൽ തെളിയുന്നത് നല്ല ലക്ഷണങ്ങളല്ല. ഒരുപാട് അനിഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. തുറന്നു പറഞ്ഞാൽ രക്തച്ചൊരിച്ചിൽ തന്നെ. ഒരുപാട് ദുരാത്മാക്കൾ ആ വീട്ടിലുണ്ട്. അതാണ് നിങ്ങളുടെ മകന്റെ മനസ്സ് എപ്പോഴും പ്രക്ഷുബ്ധമാവുന്നത്. ജീവൻ പോലും നഷ്ടപ്പെട്ടു എന്ന് വരും. സൂക്ഷിക്കണം. അതിന് പരിഹാരം എന്തെങ്കിലും? തൽക്കാലം കുറച്ചു നാളത്തേക്ക് ആ വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കണം. പരിഹാരക്രിയകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി വന്നാൽ മതി. മീനം 14-ന് അവന്റെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് തടസ്സം വല്ലതും ഉണ്ടോ? തടസ്സങ്ങൾ ഒരുപാടുണ്ട്, എന്നാലും കല്യാണം നടക്കും. അതിനു മുമ്പ് ഒരു മൃത്യുഞ്ജയ ഹോമം നടത്തണം.
ശിവന് പിൻവിളക്കും ധാരയും ഒപ്പം തിലഹവനം. മകനോട് ദിവസവും ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ മനസ്സൊരുകി വിളിക്കാൻ പറയണം. പെട്ടെന്ന് വീട് മാറാനൊക്കെ പറ്റുമോ യശോദേ? പരിഹാരക്രിയകൾ ചെയ്താൽ പോരെ? നിങ്ങൾ പറയുന്നത് അമ്മയും മോനും കൂടി അംഗം വെട്ടി ചാവട്ടെന്നാണോ? കുഴപ്പം വീടിന്റെ ആണെങ്കിൽ മാറി താമസിക്കുന്നതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും തീരില്ലേ? തൽക്കാലം നമുക്ക് നിങ്ങളുടെ തറവാട്ടി താമസിക്കാം. അവിടെ ഇപ്പൊ ആരും ഇല്ലല്ലോ. ശാരദേ, 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 വാ. എന്താ എന്താ? ഭരതൻ ജയിലിൽ നിന്ന് ഇറങ്ങും. അവനെ കൊണ്ടുവരാൻ പോയിരിക്കുക ആ ഡിസൂസ. എന്റെ ഈശ്വര. അശ്വതിയുടെ അടുക്കളയിലുണ്ട്. വായോ? അവളും ഉണ്ട് കൂടെ. രണ്ടുപേരെയും പുറത്തേക്കൊന്നും വിടണ്ട. നാട്ടുകാരാകെ പേടിച്ചിരിക്കുക. കടകളൊക്കെ അടച്ചു. റോഡിലൊരു മനുഷ്യജീവി പോലുമില്ല. നന്ദിനിക്ക് ബോധം വീണോ ചേട്ടാ? അതറിയാൻ ആശുപത്രിയിലേക്ക് പോയിരിക്കുക വിശ്വംഭരൻ. ബോധം വീണാലേ അവളുടെ നിലവിളി കേൾക്കാൻ പറ്റുള്ളൂ അവൻ പറയുന്നേ. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ മനുഷ്യർക്ക്? മനുഷ്യർക്ക് പറ്റില്ല. പക്ഷേ അവര് മനുഷ്യരല്ലല്ലോ, ചെന്നായ്ക്കളല്ലേ. അശ്വതിയുടെ കാര്യം ഓർക്കുമ്പോഴാ ചേട്ടാ എനിക്ക് ആദി. ഭരതം വന്നു എന്നറിഞ്ഞ അവൾ അങ്ങോട്ട് പോയി കാണും. നന്ദിനിയുടെ ശവം തെരുവിലിട്ട് കത്തിക്കുമെന്ന രാജാജി എന്റെ കടയിൽ. എന്റെ ഈശ്വര, ഇനി എന്തൊക്കെ കാണണം എന്റെ ഈശ്വര. എന്റെ അമ്മേ, തൊണ്ട വരണ്ടിട്ട് വയ്യ. നീ കുറച്ച് വെള്ളം എടുത്തേ കുടിക്കാൻ. ഇപ്പൊ എടുക്കാം. ജേഷ്ണ, ജേഷ്ണ. ഓ, നീയായിരുന്നു. ഞാൻ കരുതി വല്ല ധർമ്മക്കാരുമായിരിക്കുന്നു. എന്താണോ പ്രത്യേകിച്ച്? ജേഷ്ണില്ലമ്മേ. നിന്നെ പേടിച്ചിട്ടാ വീട് മാറിയത്. എന്നാലും തേടിപ്പിടിച്ച് വന്നല്ലോ അവന്റെ സ്വസ്ഥത നശിപ്പിക്കാൻ. എന്താ മായയുടെ സന്ദേശം കൊണ്ട് ഹംസമായിട്ട് വന്നതാണോ? കടിക്കാത്ത നായയുടെ വായിൽ കമ്പിട്ട് കുത്തി വെറുതെ കടി വാങ്ങിക്കണ്ട. വീട്ടിൽ വരുന്ന ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. അപ്പൊ ഹംസമല്ല, നായയാണ്. എന്റെ അമ്മ വഴക്കിനൊന്നും വന്നതല്ല. ജേഷ്ണെ ആരൊക്കെ കൂടെ ചേർന്ന് തല്ലിയെന്നറിഞ്ഞു. അത് സത്യമാണെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. സത്യം തന്നെയാ. തല്ലിയത് ആരൊക്കെ ചേർന്നല്ല, മായയുടെ വീട്ടുകാര് പാതി ജീവനാക്കി വിട്ടു. എന്നിട്ടും അവൻ പറയുന്നു പിന്നെ അവിടെ പോകുന്നു. സത്യത്തിൽ നീ അവന്റെ കൂട്ടുകാരനാണെങ്കിൽ ഇനി ആ നെറികെട്ടവളെ കാണരുത് അവനോട് പോയി പറ. ചെല്ലേ, മേളുണ്ട്. എന്ത് കോലാടാ ഇത്? നിന്റെ വീട് കണ്ടുപിടിക്കാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. ഒരു വാക്ക് നിനക്കെന്നോട് പറയായിരുന്നു. എൻ്റെ അമ്മയുടെ മനസ്സിൽ എന്തൊക്കെയുള്ളതെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ. ഏതോ കണിയാനെന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളെല്ലാം എതിർത്തിട്ട് കാര്യമില്ലല്ലോ. എനിക്കും കിട്ടി നിന്റെ അമ്മയുടെ നാക്കൊണ്ടൊരു തല്ല്. വല്ലാതെ ചൊറിഞ്ഞു വന്നതാ. പിന്നെ ഞാനെങ്കിൽ ക്ഷമിച്ചു. സോറിടാ, പോട്ടെ. ഞാൻ ഒരാഴ്ച വയനാട്ടിലായിരുന്നു. വന്നപ്പോഴറിഞ്ഞു നിന്നാരോ തല്ലിയെന്ന്. ആരാടാ നിന്നെ തല്ലിയത്? അതോ, അത് മായയുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ വന്നവരാ. അപ്പോൾ ആ കല്യാണം നീ മുടക്കി അല്ലേ? തല്ല് കിട്ടിയത് കല്യാണം മുടക്കിയതിനല്ല. പിന്നെ പായസത്തിലാരോ വിഷം ചേർത്തു. അത് ഞാനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട്. എടാ, പറയായിരുന്നില്ലേ നിനക്ക് നീ അല്ല അത് ചെയ്തതെന്ന്? പറഞ്ഞു. ആര് വിശ്വസിക്കാൻ? വിശ്വസിച്ചില്ല. ഇതെങ്ങനെ വിട്ടാ പറ്റില്ല ജേഷ്ണ. എടാ, നീ വഴക്കിനൊന്നും പോണ്ട. പെങ്ങടെ കല്യാണം മുടങ്ങിയ ദേഷ്യം കൊണ്ട് ചെയ്തതല്ലേ, സാരമില്ല. തല്ലുകൊണ്ടാലും അവളുടെ കല്യാണം നടന്നില്ലല്ലോ. എപ്പോഴെങ്കിലും അവൾ അറിയും വിഷം കലക്കിയത് ഞാനല്ലെന്ന്.
അപ്പോൾ പശ്ചാത്തപിക്കും. സത്യം അറിയാതെ എന്നെ എന്തിനാ തല്ലിയെന്ന് അവളുടെ ഏട്ടനോട് ചോദിക്കും. ഇനി കാണുമ്പോൾ എന്നോട് ഒരു സോറിയെങ്കിലും പറയും. അല്ലേടാ? എടാ, മീനം 14 ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല. അമ്മയാണെങ്കിൽ ക്ഷണവും തുടങ്ങിക്കഴിഞ്ഞു. നീ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് യമുന കാത്തു നിൽക്കുക. അതാണ് യാഥാർത്ഥ്യം. ബാക്കിയുള്ളതെല്ലാം നിന്റെ സ്വപ്നങ്ങളാണ്. എടാ, ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. മോഹിച്ചത് മുഴുവനും കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ സ്നേഹിക്കുന്നവര് നമ്മളെ സ്നേഹിച്ചു എന്ന് വരില്ല. കിട്ടിയത് സ്വീകരിക്കണം. നമ്മളെ സ്നേഹിക്കുന്നവരെ നമുക്കൂടി സ്നേഹിക്കാൻ കഴിയണം. ഞാൻ ഉപദേശിക്കാൻ വന്നൊന്നുമല്ല. നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ കൂടുതലൊന്നും ചിന്തിക്കാൻ പോയില്ല. ഉചിതമായ തീരുമാനം എടുക്കാൻ വൈകത്തുമില്ല. മായയുടെ വീട്ടുകാര് നിന്നെ തല്ലിയെന്ന് നിന്റെ അമ്മയും പറഞ്ഞു. ഒരിക്കലല്ലോ 2 തവണ. ചോദിക്കാണ്ടിരുന്ന പിന്നെ ആവർത്തിക്കും. ഇപ്പൊ തന്നെ ഞാൻ അയാളെ കാണുന്നുണ്ട്, അമ്മായുടെ ഏട്ടൻ. നിനക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്നുള്ള ധാരണ തിരുത്തണമല്ലോ. നിനക്ക് ഞാനില്ലടാ. നീ റെസ്റ്റ് എടുക്ക. ഹർഷ, ഡാ. നിക്ക്, കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു കാണുമല്ലോ. എന്നാലും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം ഞാൻ. മീനം 14 ജയകൃഷ്ണന്റെ കല്യാണം ഉറപ്പിച്ചു. പെണ്ണാരാണെന്നറിയാമല്ലോ, അവന്റെ മുറപ്പെണ്ണ് യമുന. പിന്നെ എനിക്കറിയാം ഹർഷ, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഈ യശോദയ്ക്ക് ഒരു പണി തരാൻ പോവാന്ന്. അതവൻ പറഞ്ഞു. എന്നാ പിന്നെ സ്ഥിരീകരിക്കും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നീയും നിന്റെ പെങ്ങളും സമാധാനത്തോടെ വീട്ടിൽ കിടന്ന് ഉറങ്ങില്ല. അവളുടെ കല്യാണം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. പെണ്ണ് കാണാൻ വരുന്നവരോടൊക്കെ യശോദ പറയും നിന്റെ പെങ്ങളുടെ സ്വഭാവം നല്ലതല്ലെന്നും. വെറുതെ അല്ല നിങ്ങളെ ജയേഷ്ണം പേടിക്കുന്നത്. മനസ്സേറെ ഇത്തരം വൃത്തിയുടെ ചിന്തകളാണല്ലോ. സ്വന്തം മകനെ മനസ്സിലാക്കുന്ന നിങ്ങളെങ്ങനെയാ എന്നെ എന്റെ ചേച്ചി മനസ്സിലാക്കുന്നത്? മനസ്സിലായിടത്തോളം മതി. ഇപ്പോ ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. മനസ്സ് നിറയെ ചീത്ത ചിന്തകളാണെന്ന് മനസ്സിലായല്ലോ. വേണ്ടി വന്ന അന്നത്തെ പോലെ ഇനിയും ഞാൻ വരും, നാട്ടുകാരുടെ മുന്നിലിട്ട് നിന്റെ പെങ്ങളെ നാറ്റിക്കാൻ. അതുകൊണ്ട് ജയകൃഷ്ണനെ എപ്പോ കണ്ടാലും യമുനയുടെ കാര്യം മാത്രമേ പറയാവൂ. മറിച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ 2 കാലം തല്ലി ഒടിക്കും ഞാൻ. വീട്ടിൽ വരുന്നവരോട് മാന്യമായി പെരുമാറിക്കൂടെ യശോദേ? എന്തിനാ ഹർഷന്റെ പെങ്ങളെ ചീത്ത പറഞ്ഞത്? നമുക്കുണ്ട് 2 പെമ്മക്കള്, അത് മറന്നോ നീ? മായയുടെ കാര്യം പറഞ്ഞ് ഇനി അവൻ ഇവിടെ വരാതിരിക്കാൻ ഇത്രയും മതി. നാണോ മാനോ ഉണ്ടെങ്കിൽ ഹർഷൻ ഇനി ഇങ്ങോട്ട് വരില്ല. ഓടുന്ന നായ്ക്ക് 1 മണി മുമ്പേ എറിയണമെന്നല്ലേ പ്രമാണം. അതുകൊണ്ടാ പെങ്ങടെ കല്യാണം മുടക്കുമെന്ന് പറഞ്ഞത്. അത് ശരിക്കും ഏറ്റു. നിന്നോടിപ്പോ എനിക്ക് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ. ജയകൃഷ്ണനെ 1ഉം 2ഉം പറഞ്ഞ് പ്രകോപിപ്പിക്കരുത്. നമ്മൾ അടങ്ങി ഒതുങ്ങിയിരുന്നാൽ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ യമുനയുമായിട്ടുള്ള കല്യാണം നടക്കും. ഞാൻ മിണ്ടുന്നതാണ് കുഴപ്പമെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി. കല്യാണം കഴിയുന്നവരെ കമാന്നൊരക്ഷരം മിണ്ടില്ല ഞാൻ. പക്ഷേ നടക്കണോ കല്യാണം? നടന്നില്ലെങ്കിൽ എന്റെ താനിക്കോണോ എല്ലാരും അറിയും. അങ്ങനെ സംഭവിക്കരുത്. ഒരു കാരണവശാലും ഭരതൻ ഹോസ്പിറ്റലിന്റെ ഗേറ്റ് താണ്ടി അകത്തേക്ക് കടക്കരുത്. മേഡം പറഞ്ഞതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഐസിയുവിന്റെ മുന്നിൽ മസ്തിയിലുള്ള 8 പോലീസുകാർ കാവലുണ്ട്. കോറിഡോറിലോ തോമസ് സംഘവും അവിടെ ഉണ്ട്. ഗേറ്റിൽ രാഘവനും, റിസപ്ഷനിൽ അജയൻ, കൺസൾട്ടിംഗ് റൂമിന് മുന്നിൽ ഷിബു. ഭരതനെ ജീവനോടെ വേണമെന്ന് ഡിപ്പാർട്ട്മെന്റിന് നിർബന്ധമൊന്നുമില്ല. താക്കീത് അവഗണിച്ച് അവൻ മുന്നോട്ട് പോയാൽ മടിക്കണ്ട, ഷൂട്ട് ഹിം അറ്റ് സൈറ്റ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മഹേന്ദ്രൻ സർ.
ഭദ്രമായി കാത്തു വച്ചിരുന്നതാ ദാമോദരനെയും നന്ദിനിയെയും വിലാസിനെയും. കണ്ണൊന്ന് തെറ്റിയപ്പോൾ ആ നായിന്റെ മോൻ ദാമോദരൻ മുതലാളിക്കിട്ടൊരു പണി കൊടുത്തു. അവനും ഭാര്യയും വിഷം കഴിച്ച് ചത്തു. നന്ദിനിക്കും കൊടുത്തതാ. തക്ക സമയത്ത് മുതലാളി അവളെ രക്ഷിച്ചു. ഏത് ഹോസ്പിറ്റലിലാണ് അവളുള്ളത്? കരുണ ഹോസ്പിറ്റലില്ല. പക്ഷെ അവൾക്ക് ബോധം വീണിട്ടില്ല ഭരത. മുതലാളി പറയുന്നത് നിലവിളിക്കാൻ കഴിയുമ്പോഴേ കൊല്ലാവൂന്ന്. ഇപ്പോഴങ്ങോട്ട് പോയാൽ പോണം. മുതലാളി കാത്തിരിക്കുന്നുണ്ട്. എനിക്ക് ആദ്യം കാണേണ്ടത് അവളെയാ. കണ്ടിട്ട് അങ്ങോട്ട് വരും ഞാൻ. ഹോസ്പിറ്റലിൽ പോലീസുണ്ട്, സൂക്ഷിക്കണം. ഇനി നമ്മുടെ നാട്ടിലാരും മനസമാധാനത്തോടെ ഉറങ്ങരുത് ഭരത.